ഇന്നത്തെ അറിയിപ്പുകൾ. കെ-ഫോൺ കണക്ഷനുകളിൽ മുന്നേറി തൃശൂർ. ഇതുവരെ 7500-ലധികം കണക്ഷനുകളാണ് ജില്ലയിൽ നൽകിയത്. വീടുകളിലും ഓഫീസുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ കെ-ഫോൺ കണക്ഷൻ നൽകുന്നതിലാണ് തൃശൂർ മുന്നേറിയത്. സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയതാണ് കെ-ഫോൺ. ഇതുവരെ 7564 കണക്ഷനാണ് നൽകിയത്. 2649.57 കിലോമീറ്റർ കേബിളാണ് സ്ഥാപിച്ചത്. KSEB ട്രാൻസ്മിഷൻ ടവറിലൂടെ 346.15 കിലോമീറ്റർ OPGW കേബിളുകളും 2303.43 കിലോമീറ്റർ ADSS കേബിളുകളും KSEB പോസ്റ്റുകൾ വഴിയാണ് സ്ഥാപിച്ചത്. കണക്ഷനുകൾക്ക് വേണ്ടി പുതിയ രജിസ്ട്രേഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഗാർഹിക കണക്ഷനുകൾ എടുക്കാൻ എന്റെ കെ-ഫോൺ എന്ന മൊബൈൽ ആപ്പിലൂടെയോ കെ-ഫോൺ വെബ്സൈറ്റിലൂടെയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. വ്യാഴാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴയാവും ഉണ്ടാകുക. ആയതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മെയ് മാസത്തിൽ രാജ്യത്ത് മൊത്തം 12 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. പ്രാദേശിക, ദേശീയ അവധികൾ ഇതിലുൾപ്പെടും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. കേരളത്തിൽ ഞായറാഴ്ചകളിലും 2ാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയും മെയ് 1-നും ബാങ്ക് അവധിയാണ്. പ്രാധാന്യമനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ബാങ്കുകൾക്ക് അവധി. അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് മെയ് മാസത്തിൽ മൊത്തം 12 ബാങ്ക് അവധികൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ സർക്കാർ മേഖലയിൽ 631 ഒഴിവുകൾ. രാജ്യത്തിന്റെ വികസനത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി വിവിധ മേഖലകളിലാണ് തൊഴിലവസരങ്ങളുള്ളത്. ബിരുദമോ ഡിപ്ലോമയോ യോഗ്യതയായി വേണ്ട 103 ഒഴിവുകളും ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമയോ കുറഞ്ഞ യോഗ്യതകളോ വേണ്ട 228 ഒഴിവുകളുമാണ് ഉള്ളത്. 2025 മെയ് 4-നാണ് ഈ തൊഴിലവസരങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ തീയതി ഔദ്യോഗികമായി തുടങ്ങുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷകൾ അയക്കാം.